വൈകുന്നേരം ശരിക്കും പറഞ്ഞാൽ ഞാൻ പൊന്നൂസും മോണ്ടനുമായിട്ട് ഒരു യുദ്ധത്തിലായിരിക്കും കേട്ടോ. ആ സമയമാണ് അണ്ണൻ ദേ കുറേ കവറുകളായിട്ട് വരുന്നത്. പിന്നെ ഞാൻ ദേ എല്ലാം അഴിച്ചു നോക്കി. ആദ്യത്തെ കവറിൽ നെത്തോലി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചൂര കഷ്ണമാക്കിയതുണ്ടായിരുന്നു, പിന്നെ തേങ്ങ ഉണ്ടായിരുന്നു, ഒരു കവർ പാലുണ്ടായിരുന്നു. അത് നമ്മുടെ കിങ്ങിണിപ്പൂച്ച ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് വെക്കുന്നതാണ്. ചിലപ്പോൾ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു വിഷമമല്ലേ, അപ്പോൾ പാൽ കൊടുക്കാം. പിന്നെ കുറച്ച് ബേക്കറി സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെള്ളക്കടല വാങ്ങാൻ പറഞ്ഞു കേട്ടോ. അത് കറി വെക്കാൻ മാത്രമല്ല, ഞാൻ തോരൻ വെക്കും കേട്ടോ, ലഞ്ച് ബോക്സ് വീഡിയോയിൽ കാണാറില്ലേ. പിന്നെ എന്തേ മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു, നാളത്തേക്കാണ് കേട്ടോ. ഇവിടെ ടൗണിൽ മിക്ക കടയിലും മീനൊക്കെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ, നെത്തോലിയും ക്ലീൻ ചെയ്ത് തരും. ഇതേ പൊന്നൂസും മോണ്ടലും പഠിച്ച് ക്ഷീണിച്ചിരിക്കുവാണ്. അപ്പം ഞാൻ എല്ലാവർക്കും കൂടി ഇതേ ബുൾസ ഉണ്ടാക്കി കൊടുത്തു. അപ്പം മഞ്ഞക്കരുവ് പൊട്ടാതണ്ണം വായിലിട്ടതിന് പൊന്നൂസും മോണ്ടനും എന്തേ അന്തം വിട്ട് നിൽക്കുവാണ്. പൊന്നൂസിനും അത് കണ്ടിട്ട് അതുപോലെ വേണം. അങ്ങനെ ദേ അണ്ണൻ അതുപോലെ വായിൽ വെച്ച് കൊടുത്തു. അപ്പം ഞാനും പറഞ്ഞു അണ്ണേ എനിക്കും വേണം. അങ്ങനെ ദേ മഞ്ഞക്കരുവ് പൊട്ടാതെ ഞാനും കഴിച്ചു. പക്ഷേ മോൻകുട്ടൻ ഒരു വിധത്തിൽ അടുക്കൂല കേട്ടോ. അവൻ്റെ മുട്ട ആരും കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഒരു പ്ലേറ്റുമായിട്ട് മോൻകുട്ടൻ ദേ കെറിവിച്ചിരിക്കുവാണ് ഇവിടെ.